നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ കാരണമല്ലേ ഞങ്ങളുടെ ഋഷിമോന് ഈ ഗതി ഉണ്ടായത്. ജാതകദോഷമുള്ള നിന്നെ ഋഷി ഒരിക്കലും താലി കെട്ടാൻ പാടില്ലായിരുന്നു. ജോത്സ്യർ പറഞ്ഞതനുസരിക്കുകയായിരുന്നു വേണ്ടത്. ഋഷിയുടെ ഭാര്യയായി തുടരാൻ പാടില്ല. ഈ ആക്സിഡന്റ് ഗോപികയുടെ ജാതകദോഷം കൊണ്ടാ ഉണ്ടായതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഗോപികയ്ക്ക് അങ്ങനെ ഒരു ജാതകദോഷം ഇല്ലല്ലോ. വേണ്ട, ഇനി ആ രഹസ്യം മറച്ചു പിടിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ. ഗോപികയ്ക്ക് ജാതകദോഷം ഇല്ലെന്ന് ഇവിടെ വെച്ച് എല്ലാവരും അറിയിക്കണം. ദേവിക, ഗോപികയെ പറഞ്ഞ് ഡിവോഴ്സിന് സമ്മതിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാ. ഏത് വിധേനെ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. വന്നേ. എന്തിനാ? എന്താ കാര്യം? വരാനല്ലേ പറഞ്ഞേ? എന്താ കാര്യം? കേട്ടല്ലോ, ജാനകി മേഡം പറഞ്ഞത് ആന്റി കേട്ടല്ലോ. ആന്റി മോളും കൂടി ചേർന്ന് നടത്തിയ കള്ളത്തരങ്ങളുടെ പരിണിത ഫലമാ. നശിക്കാൻ പോകുന്നത് എന്റെ അനിയത്തിയുടെ ജീവിതമാ. ഇല്ലാത്ത ജാതകദോഷത്തിന്റെ പേരിൽ ഗോപികയുടെ ജീവിതം നശിക്കാൻ പാടില്ല. ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കാൻ പാടില്ല. അവര് ഡിവോഴ്സ് വേണോന്നൊരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അപ്പൊ ഒന്നും മിണ്ടാതെ അവര് പറയുന്ന പോലെ ഡിവോഴ്സിന് സമ്മതിച്ചു കൊടുക്കാന്നാണോ ആന്റി പറയുന്നത്? അല്ല, എന്നല്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എനിക്കൊന്നും ചിന്തിക്കാനില്ല. ഗോപികയുടെ ലൈഫ് എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ. അതുകൊണ്ട് ഗോപിക്ക് ജാതകദോഷം ഇല്ല എന്നും ഇല്ലാത്ത ജാതകദോഷം അവളുടെ തലയിൽ കെട്ടിവെച്ചത് ആന്റിയും അഞ്ജിതയും ചേർന്നാണെന്നുള്ള സത്യാവസ്ഥ ഞാൻ ഇപ്പൊ അവരോട് തുറന്നു പറയും. അയ്യോ മോളെ ദേവികെ, നീ ദേവി ഇത് എടുത്തു ചാട്ടൊന്നും കാണിക്കരുത്. എന്നെ മോളെ നീ ഈ കുരുക്കിപ്പെടുത്തല്ലേ. ഈ കുരുക്ക് ഞാനായിട്ടുണ്ടാക്കിയതല്ലോ, നിങ്ങളായിട്ട് സ്വയം സൃഷ്ടിച്ചതല്ലേ. ആണ്, സംഭവിച്ചു പോയി. എങ്കിലതിപ്പൊ തിരുത്തണം. തിരുത്തിയേ മതിയാവൂ. മോളെ, അത് തിരുത്താൻ നിന്നാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗോപികയ്ക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെടാതെ കിട്ടും. പക്ഷെ അഞ്ജിതയുടെ ഭാവിയോ? അത് തകർന്നു പോവില്ലേ? അത് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയല്ലേ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിന്റെ കാല് പിടിച്ച് ഞാൻ കെഞ്ചിയത്. അന്ന് നീ എനിക്ക് മാപ്പ് തന്നെയല്ലേ? ഞങ്ങൾ നടത്തിയ കള്ളത്തരം പുറത്താരോടും പറയില്ലെന്ന്. നീ ആ വാക്ക് മറന്നു പെരുമാറാൻ പോവാണോ? നീ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണോ? അല്ലെങ്കിൽ പറഞ്ഞു, എല്ലാം അങ്ങ് വെട്ടി തുറന്നു പറഞ്ഞു. പക്ഷെ നീ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാനും അഞ്ജിതയും ഈ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ചത്തിരിക്കും. ഓർത്തോ? രണ്ടുപേർക്കും ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കാർക്കെങ്കിലും ഒത്തേറി കാണാൻ പറ്റൂ? നിർബന്ധമാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് കണ്ടിട്ടിറങ്ങാം. ഞാനൊന്ന് അകത്തേറി ഋഷിയെ കണ്ടോട്ടെ മോനെ. എന്ന് അമ്മ കയറി കണ്ടിട്ട് വരൂ. ആ
ഋഷിമോന് ഈ ഗതി ഉണ്ടായത്? ജാതകദോഷമുള്ള നിന്നെ ഋഷി ഒരിക്കലും താലി കെട്ടാൻ പാടില്ലായിരുന്നു. ജോത്സ്യർ പറഞ്ഞതനുസരിക്കുകയായിരുന്നു വേണ്ടത്. എന്തിനാ കുട്ടി നീ ഇവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്? നിന്നെ വിവാഹം കഴിച്ച ഋഷിയുടെ ജീവന് അപകടം സംഭവിക്കുമെന്ന് നിനക്കും അറിയായിരുന്നില്ലേ? അന്ന് നീ ജാതകദോഷത്തിന്റെ ഗൗരവൻ ഋഷിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് ഒഴിഞ്ഞു പോകാമായിരുന്നില്ലേ? ജാനകി പറഞ്ഞത് തന്നെയാ ശരി. ഇവിടെ നിന്നിറങ്ങിയ ഉടൻ നീയും ഋഷിയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിരിക്കണം. ഋഷി മോനെ, നിന്നെ ഇങ്ങനെ കാണാൻ വയ്യല്ലോ മുത്തശ്ശിക്ക്. എന്റെ ശ്രീ പരമേശ്വര, ഋഷി മോനെ രക്ഷിക്കണേ. ഇവന്റെ ആയുസിനൊരാപത്തും വരുത്തല്ലേ. എന്റെ ജീവൻ എടുത്തിട്ടായാലും എന്റെ കുഞ്ഞിന്റെ ജീവൻ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. മോനെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.